ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാം ക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്ചേഴ്സൊക്കെ ഇടാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു ഈദ് സ്പെഷ്യൽ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് റെഡ് കളറ് ആക്രിലിക് കളർ പെയിൻറ്റ് കൊടുത്തിട്ടൊന്ന് 2 കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഫിനിഷിങ് കിട്ടിയിട്ടില്ല. കാരണം ഒരുപാടൊന്ന് ടച്ച് ചെയ്യാൻ മാത്രം എൻ്റെ കയ്യിൽ പെയിൻ്റ് ഇല്ല. അപ്പോൾ പിശുക്കി ചെയ്തപ്പോൾ അത്ര ഒരു ഫിനിഷിങ് ആയിട്ടില്ല. അപ്പം റെഡ് കളർ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇമേജസ് ഒന്ന് ഗൂഗിളിലൊന്ന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്താ ഈദിൻ്റെത് അല്ലെങ്കിൽ റംദാൻ ഇമേജസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമേജസ് ഒക്കെ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നുകിൽ ട്രേസ് ചെയ്യാം, അല്ലെങ്കിൽ നോക്കി വരയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു പേപ്പറിൽ നമുക്ക് വേണ്ട ഒരു ഡിസൈൻ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ക്രസൻറ്റും അതുപോലെ ഒരു മോസ്കൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വരച്ചത്. അപ്പോൾ ഈ ക്രസൻറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ CD ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതായി മേലെ തൊട്ടിട്ട് നമുക്ക് ആ ഒരു CD യുടെ ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വരയ്ക്കാം. പിന്നെ ജസ്റ്റ് ഇങ്ങനെയും കൂടെ ഒരു കേർവ്ഡ് ലൈനും കൂടെ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ക്രസൻറ്റ് തന്നെ കിട്ടും. നിങ്ങൾക്ക് അല്ലെങ്കിൽ കോമ്പസ് ഉപയോഗിച്ചിട്ടൊക്കെ റൗണ്ട് വരച്ചിട്ട് ഇതെടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു ഡിസൈന് ഞാൻ വേറൊന്ന് സെലക്ട് ചെയ്തിട്ട് അത് നോക്കി ഒന്ന് വരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വരച്ചതിന് ശേഷം ഞാൻ അതൊന്ന് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഡിസൈൻസ് ഒന്നും എടുത്തിട്ടില്ല, പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ എടുത്തതാണ്, ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്പ്രേ പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പർ ഞാൻ അതിനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ എല്ലാ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ചാർട്ട് പേപ്പറിൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് മൊത്തത്തിൽ കുറേ കഴിയുമ്പോൾ നല്ലൊരു ഡിസൈൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കാരണം നമുക്കത് സ്പ്രേ പെയിൻ്റൊക്കെ ആയതൊരു നല്ലൊരു കുറച്ച് കോസ്റ്റ്ലിയൊക്കെ ആയിട്ടുള്ള സംഭവമല്ലേ. അപ്പോൾ അതിനൊരു നല്ലൊരു ഭംഗി കിട്ടുമല്ലോ ആ ചാർട്ടിന്. അപ്പോൾ വെറുതെ ഓരോ പേപ്പറിൽ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട് സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് തന്നെയാണ് യൂസ് ചെയ്യാറ്. എന്നിട്ട് എന്തെങ്കിലും അത് നമുക്ക് നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഒന്ന് സ്പ്രേ പെയിൻറ്റ് കൊടുത്തിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തപ്പോൾ കണ്ടോ ആ ഒരു ഗ്യാപ്പ് നല്ല രസമുണ്ടല്ലേ കാണാനും. അപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചപ്പോൾ കുറച്ചൊരു ഫിനിഷിങ് കുറവായിരുന്നു. ഞാൻ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് സ്പ്രേ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഈ ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പേപ്പേഴ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കൈ കൊണ്ടോ ബ്രഷ് കൊണ്ടോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പേപ്പർ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഡിസൈൻ ചെയ്താൽ മതി. അപ്പം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല ഗോൾഡ് കളർ പെയിൻ്റൊക്കെ വേണ്ട. എൻ്റെ കയ്യിൽ ഗോൾഡ് പെയിൻ്റൊക്കെ കഴിഞ്ഞു, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബോട്ടിൽ ഫുള്ള് ഗോൾഡ് പെയിൻറ്റ് കൊടുത്തിട്ട് പിന്നെ ഈ ഡിസൈൻസൊക്കെ റെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാമെന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാൻ റെഡ് കളർ ഇതുവരെ ബോട്ടിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും ബോട്ടിൽ കാണാനും. ഇപ്പം നമ്മൾ ആ പേപ്പർ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത്ര ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല. കാരണം സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പേപ്പറിന് കുറച്ചൊരു കട്ടി കിട്ടുമല്ലോ. അപ്പോൾ ശരിക്ക് നമ്മൾ സാധാ ഒരു പേപ്പർ ഒട്ടിക്കുന്ന പോലത്തെ ഒരു കിട്ടണില്ല. എത്രയായിട്ടും ചെറിയൊരു ചുളിവ് വരുമായിരുന്നു. കുറേ ഞാൻ പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു, എന്നാലും കുറച്ചും കൂടെ ചില ഭാഗത്തൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ 3D ഔട്ട്ലൈനറിൽ ആ ഗോൾഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഡിസൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ സ്റ്റാറൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം ഈ സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിന് പകരം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾഡിൻ്റെ ഗ്ലിറ്റർ ഷീറ്റിൽ ഡിസൈൻ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് നോക്കിയ സമയത്ത് അത്രയ്ക്ക് ഒരു വലുപ്പം കുറച്ച് കുറവാണ്. കാരണം ഈ ക്രസൻ്റൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു വലുപ്പം വേണമല്ലോ. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയാണ്, അപ്പോൾ അത് തികയില്ല. അങ്ങനെയാണ് പിന്നെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഗോൾഡിൻ്റെ പെയിൻറ്റിങ്ങും ഈ 3D ഔട്ട്ലൈനറൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിനും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഐഡിയക്കനുസരിച്ച് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഞാൻ ഒരു ലാൻറ്റേണും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ കാണുന്ന ഒരു ലാൻറ്റേൺ ഇല്ലേ, പക്ഷേ ലാൻറ്റേണൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തതുമാണ്. പിന്നെ ലൈനൊന്നും വരയ്ക്കാതെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ 3D ഔട്ട്ലൈനർ കൊണ്ട് വരച്ചതാണല്ലോ. അപ്പോൾ കുറച്ചൊരു വീതി കൂടിപ്പോയി. സാധാരണ ഈ ലാൻറ്റേൺ ഇത്രയും വീതി ഉണ്ടാവില്ല, കുറച്ചൊന്ന് വീതി കുറഞ്ഞിട്ട് കുറച്ചൊരു നീളത്തിലുണ്ടാവുക. അപ്പോൾ ഞാൻ ഏകദേശം അതൊന്ന് ഒരു തട്ടിക്കൂട്ടി ഒരു ലാൻറ്റേണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, നമ്മൾ ആ ക്രെസൻറ്റും മോസ്കൊക്കെ വരയ്ക്കുന്ന സമയത്ത് തന്നെ അതുപോലെ ഈ ലാൻറ്റേണും ഒക്കെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് കിട്ടുമായിരുന്നു. ഇനി നമ്മൾ ആ ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ ഡിസൈന് ചുറ്റും ഞാൻ 3D ഔട്ട്ലൈനർ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് എന്നോട് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ആയിഷ, ലെന, ഷഹസിയ, ശ്രീരാജ്, ഷെബീന. ഞാൻ 4 പേർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ. ഇപ്പോൾ നമ്മൾ ആ ഡോട്ടൊക്കെ കൊടുത്തപ്പം നല്ലൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട് ബോട്ടിലിന്. കാരണം ഞാൻ ആ ഒരു പേപ്പർ ഒട്ടിച്ച സമയത്ത് ഇടയ്ക്കൊക്കെ ഒരു ചുളിവ് വന്നപ്പം കുറച്ചൊരു ഭംഗി കുറവുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ ഡോട്ട് ഇട്ടപ്പോൾ നല്ലൊരു ഡോട്ട് ഇങ്ങനെ നല്ല എടുത്ത് കാണിക്കുന്ന സമയത്ത് നല്ലൊരു രസമുണ്ട്. അപ്പോൾ ഞാൻ 1-2 സ്റ്റാറും കൂടെ നേരത്തെ ചെയ്ത പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ബോട്ടിലിൻ്റെ ആ ഒരു സൈഡിൽ ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു 3D ഔട്ട്ലൈനർ തന്നെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല, പക്ഷെ അതൊന്നും വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തൊന്ന് ട്രേസ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. അപ്പം നമ്മളുടെ ഈദ് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ പേപ്പർ ഒട്ടിച്ചപ്പോൾ ശരിക്കും 1-2 ഭാഗം ഒട്ടാത്തുണ്ട്. അപ്പോൾ ഞാൻ ആ 3D ഔട്ട്ലൈനറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് ക്ലിയർ ആക്കണം. അപ്പം എനിക്ക് 1-2 റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈദ് ബോട്ടിൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. അതാണ് കുറച്ച് തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ആയിപ്പോയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ 3D ഔട്ട്ലൈനർ മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ് ആ ബ്ലൂ ബോട്ടിൽ. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് ആഘോഷിക്കാത്തവർക്ക് മനസ്സിന് സന്തോഷവും സമാധാനമുള്ള നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ തിരക്കിട്ട് ചെയ്തതുകൊണ്ടാണ് അതൊന്നും ആഡ് ചെയ്യാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരുടെ പിക്കൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.